വാർത്തകളിലേക്ക് വരാം. CPM നിലപാട് നിൽക്കുന്നു, മാറ്റമൊന്നുമില്ല. അതേ നിലപാട് തന്നെയാണോ രണ്ട് പാർട്ടികൾക്കും ഒരു മാറ്റവുമില്ല. അപ്പോൾ എന്താണ് ഇത് പദവി ചോദിച്ചതിന് ശേഷം ഒരു മാറ്റവും ഇല്ലെങ്കിൽ എന്താണ് ഫർദർ CPയുടെ പല വഴികളുണ്ടല്ലോ. ഒരു പരിഹാരം കണ്ട കുറെ ദിവസങ്ങളായി ഇപ്പോൾ. അല്ലേ, പരിഹാരം ഉണ്ടാകുമല്ലോ എല്ലാത്തിനും. പരിഹാരം കാണാൻ വേണ്ടി ഇങ്ങനെ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരുമോ? നോക്കാം, നമുക്ക് നോക്കാം. രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ CPI നിലപാടിൽ CPI നിൽക്കുന്നു, CPM നിലപാടിൽ CPM നിൽക്കുന്നു. അങ്ങനെ പോയാൽ പോരല്ലോ, അത് വലിയ തരത്തിലുള്ള അതിർത്തിക്കും അഭിപ്രായ കാരണമാവില്ലേ? അല്ല, ഏത് വിഷയത്തിലും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും CPIക്കും CPM തമ്മിൽ കാണാം. ശരിയപ്പോൾ തൃപ്തനല്ല, ഇനിയും കാത്തിരിക്കാനാണോ? അങ്ങനെയൊന്നും നിങ്ങൾ മുൻപതിലേക്ക് പോകണ്ട. CPM ബന്ധത്തെ പറ്റി ഞങ്ങൾക്ക് നിലപാടുണ്ട്. LDFൽ അതിൻ്റെ താല്പര്യങ്ങൾക്ക്, ആ രാഷ്ട്രീയത്തിന് എത്രമാത്രം പ്രാധാന്യം CPI കൊടുക്കുന്നുണ്ടോ അത്രയും പ്രാധാന്യം CPM കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ LDFൻ്റെ ഐക്യത്തിന് വേണ്ടി, ഒരുമിച്ചുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി CPIക്കും CPMനും ഒന്നിച്ചു പോകാൻ വേണ്ടി അത്യാവശ്യമായ തീരുമാനങ്ങൾ CPIക്കും CPMനും എടുക്കാൻ കഴിയണം. ഒരു പദവിയെ ചൊല്ലി പാർട്ടി ഓഫീസിൽ ഉഭയകക്ഷി ചർച്ച നടത്തുന്ന തീരുമാനമാകുന്നില്ല. CPI വാസ്തവത്തിൽ അതിനകത്തൊരു അപമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇല്ല, ഇതൊന്നും അന്തിമവാക്കൊന്നുമല്ലല്ലോ. ഒരു വിട്ടുവീഴ്ചക്ക് CPM തയ്യാറാവുന്നില്ല എന്നാണോ? അപമാനമൊന്നുമില്ല അതിനകത്തൊന്നും. അപമാനം എന്താണ്? രാഷ്ട്രീയ സംസാരമല്ല, ചർച്ചയല്ലേ. അപമാനം എന്താണ്? അതുകൊണ്ട് ചർച്ച വിജയിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് പദവി തരാനാവില്ലെന്ന് CPM പറയുന്നത്? അല്ല, എന്താണ് CPIയോട് പറഞ്ഞേക്കുന്നത്? അവർ പറയട്ടെ. അല്ല, CPIയോട് എന്താണ് പറഞ്ഞേക്കുന്നത്? അവർ പറയട്ടെ. നിയമസഭയൊക്കെ ചേരുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം അതൊരു മുന്നണിയെ തന്നെ ബാധിക്കുന്നു. ആ രാഷ്ട്രീയ അർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ട പക്വത ആ പാർട്ടിക്കുമുണ്ട്, ഞങ്ങൾക്കതുണ്ട്, അവർക്കുമുണ്ട്. ശരി, മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന വിഷയമല്ലേ, ഇങ്ങനെ പോകുന്നത് ശരിയാണ്? മുന്നണിയുടെ നല്ല പുരോഗതിക്കും നല്ല മുന്നോട്ട് പോക്കിനും ഞങ്ങൾ തയ്യാറാണ്. അത് CPM തയ്യാറല്ലേ? ഈ പദവി കിട്ടാതെ ഇനി നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണോ? പദവിയുടെ പ്രശ്നമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിൽ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയാണത്, ജനാധിപത്യത്തിൻ്റെ മുന്നണിയാണത്. ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ആ അർത്ഥം ഉൾക്കൊള്ളാൻ CPIക്ക് പറ്റും, CPMനും പറ്റേണ്ടതാണ്. പറയാതെ പല കാര്യങ്ങളും പറയുകയാണ് ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI കൂടിക്കാഴ്ച അവസാനിച്ച് AKG സെന്ററിൽ നിന്ന് ബിനോയ് വിശ്വം ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒട്ടും തന്നെ തൃപ്തനല്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന നിലപാടിൽ CPIയും അത് നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ CPIയും ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ചർച്ചയ്ക്ക് ശേഷവും ഉള്ള അവസ്ഥ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോൾ അത് ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. അതായത് ജനാധിപത്യം എന്നതിനും ഒരു അർത്ഥമുണ്ട് എന്ന കാര്യം CPM മറക്കരുത്. ഈ ഇടതു മുന്നണിയുടെ കാര്യത്തിൽ എത്രത്തോളം പ്രാധാന്യം CPI നൽകുന്നുണ്ടോ അത്രയും പ്രാധാന്യം CPIയും നൽകണം എന്നൊരു കുത്തുവാക്ക് കൂടി ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചോ എന്ന് ചോദിച്ചാൽ ചർച്ചകൾ നടക്കുകയല്ലേ എന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒറ്റ വരിയിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയെ വ്യാഖ്യാനിച്ചാൽ അതൃപ്തൻ എന്ന നിലയിലാണ് നമുക്ക് ബിനോയ് വിശ്വത്തിന്റെ ഇന്നത്തെ ശരീരഭാഷയെ മനസ്സിലാക്കാൻ കഴിയുക. CPI ചർച്ചയ്ക്ക് ശേഷവും CPIയുടെ ആവശ്യങ്ങളോട് വഴങ്ങാൻ CPM തയ്യാറാകുന്നില്ല എന്നാണ് AKG സെന്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ തെളിയുന്നത്. ഏതായാലും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് അധികമൊന്നും കാര്യങ്ങൾ വിട്ടു പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയും മൂർച്ചയുമുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നതിൽ ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ടെന്നും അത് CPI നൽകുന്ന വില CPM നൽകണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായി CPI ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം മാറുമോ എന്ന കാര്യമാണ് ഇനി നമുക്കറിയാനുള്ളത്. AKG സെന്ററിലെത്തി ബിനോയ് വിശ്വം MV ഗോവിന്ദനെ കണ്ട് സംസാരിച്ച ശേഷം മടങ്ങിപ്പോകുമ്പോഴുള്ള ദൃശ്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രതികരണവുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.